ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെയുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ട് ഈ ഒരു മിറർ ബോൾ എടുത്തിട്ട് സൈഡിൽ വെച്ചു. കാരണം എപ്പോഴേലൊക്കെയാണ് ഈ ഒരു ബോളിന് സൺലൈറ്റ് കിട്ടാറ്. ഗ്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് വിൻഡോ ഒന്നും തുറക്കാറില്ല. വിൻഡോ തുറന്നാൽ മാത്രമാണ് സൺലൈറ്റ് ഉള്ളിലേക്ക് വരുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ മെയിനായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് കുറച്ച് മണി പ്ലാന്റ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വേര് വെപ്പിക്കാമെന്നാണ്. അപ്പോൾ ഇങ്ങനെ വേര് വന്ന മണി പ്ലാന്റൊക്കെ ആണെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ വേഗം അത് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്ന മണി പ്ലാന്റ് ഒക്കെ എങ്ങനെയായിരുന്നു പിടിപ്പിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയ പ്ലാന്റ് മണി പ്ലാന്റ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ പോത്തീസിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവർ പോട്ടോട് കൂടി അങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണി പ്ലാന്റ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് സെറ്റ് ചെയ്യാനും വാങ്ങാനൊക്കെ. പിന്നെ ഞാൻ ഈ മണി പ്ലാന്റൊക്കെ കളക്ട് ചെയ്യുന്ന ടൈമിൽ കൂടുതൽ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര റെയറായിട്ടായിരുന്നു കണ്ടിരുന്നൊരു സാധനമാണ് ഈ ഒരു മണി പ്ലാന്റ്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ കൂടുതൽ കളക്ഷൻ ഉണ്ട്. ചെറിയ ലീഫായിട്ട് വരുന്നതും വലിയ ലീഫായിട്ട് വരുന്നതും അങ്ങനത്തെയൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു പോട്ട് പറഞ്ഞാൽ മുന്നേ ഫിഷൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ മണി പ്ലാന്റ് ഇടാനാണ് യൂസ് ചെയ്യാറ്. അപ്പം അതിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ ഈ ഒരു സ്റ്റോൺ ഇട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. കുറേ നാൾ ഇങ്ങനെ ഇട്ട് വെക്കുമ്പം ആ ഒരു വെള്ളത്തിൻ്റെ കളറ് മാറാൻ തുടങ്ങും. അതേപോലെ തന്നെ ചെളി പോലെയൊക്കെ വരാൻ തുടങ്ങും. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് മുന്നേ ഞാൻ ഈ ഒരു ചെറിയ പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അതിൽ മണി പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞാൻ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ടേബിളിൽ വെക്കാനായിരുന്നു നോക്കിയത്, പക്ഷേ ടേബിളിൽ വെച്ചപ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നി. ഇനി അടുത്ത പണി പറഞ്ഞാൽ കപ്പിൽ പെയിൻ്റ് അടിക്കണമെന്ന് ഞാൻ കുറേ ആയിട്ടാണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വ്ളോഗ് എടുക്കല്ലേ, അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ മുന്നേ ചെയ്ത ഒരു വർക്കായിരുന്നു ഈ ഒരു സ്ട്രോബെറിയുടെ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ മോഡൽ എന്തെങ്കിലും വർക്ക് കൊടുത്തിട്ട് പിന്നെ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ജെറി ടൈപ്പ് മോഡലാണ് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് 2 ഡോട്ട് ഇങ്ങനെ അത്യാവശ്യം വലുപ്പത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ബാക്കിൽ ടാബിൽ എന്തെങ്കിലും മൂവീസ് വെക്കാറുണ്ട്. അപ്പം ആ ഡോട്ട് ഇട്ടതിൻ്റെ ശേഷം ഞാൻ പോയി ചായയൊക്കെ കുടിച്ച് വന്നിട്ടാണ് ബാക്കി പണി ചെയ്യുന്നത്. അപ്പോൾ ഡോട്ട് ഇട്ട് വന്നപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ. ഇനി അതിൽ ഗ്രീൻ ലീഫും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിൾ വർക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ മൊത്തമായിട്ട് ചെയ്ത് വന്നപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ. നേരിട്ട് കാണുമ്പം നമ്മൾ ആ മേടിച്ച ഒരു മഗ്ഗിലുണ്ടാവുന്ന വർക്ക് അതേപോലെ തന്നെയായിരുന്നു. ഇനി നൈറ്റ് ഒരു ജേണലും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ ആയിട്ട് ജേണൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഇതുപോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജേണൽ ചെയ്യാം, അപ്പോൾ ഓക്കെ ആയിക്കോളൂന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജേണലൊക്കെ ചെയ്യുമ്പോൾ വല്ലാതെ സ്ട്രെസ്സ് കൊടുത്ത് ചെയ്യേണ്ട ഒന്നല്ല. നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ വേണം എന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡിനായാലും ആ ഒരു നെഗറ്റീവ് തോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവുക വെച്ചാൽ ഞാൻ ഇങ്ങനെ ജേണലാണ് ചെയ്യാറ്. പിന്നെ ഈ ഒരു ജേണൽ ബുക്കിൽ ഞാൻ ഇതുവരെ വിൻറ്റേജ് തീമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പേജ് ഞാൻ അങ്ങനെ ഒരു ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ 2 സൈഡിലായിട്ടും ഇങ്ങനത്തെ വൈറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ജേണൽ ബുക്ക് മാക്സിമം ചെയ്ത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതൊരു 2026 വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ വിചാരിക്കുന്നത് പെട്ടെന്ന് ചെയ്ത് തീർത്താൽ വേറൊരു ജേണൽ ഈ ഒരു ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ. കാരണം ഇങ്ങനെ ഓരോ ജേണലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പം നല്ല രസമാണ്. അത് അത്ര ഭംഗിയില്ലെങ്കിലും നമ്മൾ പിന്നെ അത് കാണുമ്പം നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് തോന്നും. പിന്നെ ഞാൻ കുറേ സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ജേണൽ ജനുവരി മന്തിലേക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ജനുവരിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി, മറ്റേ ഭാഗത്ത് ഞാൻ ബക്കറ്റ് ലിസ്റ്റ് പോലെയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ജേണൽ മെയിനായിട്ട് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കറും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഔട്ട്ലൈനും ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ജനുവരി മന്തിലെ ജേണൽ. അപ്പോൾ ഇതുവരെ ചെയ്തത് ഞാനൊരു ഫ്ലിപ്പ് ത്രൂ പോലെ കാണിച്ചു തരാം.
അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഡെസ്കൊക്കെ ക്ലീൻ ചെയ്യലാണ്. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ക്ലീനൊക്കെ ചെയ്യാറുണ്ട്. വീഡിയോ ഒന്നും എടുക്കാത്ത ദിവസമാണ് ഓരോന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഒന്നും ചെയ്യില്ല, അതേപോലെ തന്നെ ഇട്ട് അവിടെ കിടന്നുറങ്ങും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ വരുന്ന കമൻസൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻസാണ്. ശരിക്കും അങ്ങനത്തെ കമൻസ് കാണുമ്പോഴാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യണമല്ലോ, എടുക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരിത് വരിക. പിന്നെ കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ അക്കൗണ്ടും പേരൊക്കെ എനിക്ക് കാണാതെ അറിയാം. അപ്പോൾ ഞാൻ ചിലപ്പം വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാൻ നോക്കും ഇയാളെ കമൻറ്റ് വന്നില്ലേ എന്നൊക്കെ ഉള്ളത്. ശരിക്കും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കമൻറ്റ് ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുറേ പേര് ഇഷ്ടപ്പെട്ടുകൊണ്ട് വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നും ഇഷ്ടമായെന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.